ഞാൻ വീണ്ടും വന്നു കുറേ നാളിന് ശേഷം. സോറി. അയ്യോ, വെട്ടമില്ല. വെട്ടം ഇച്ചിരി കിട്ടുന്ന എവിടെയാ? ബെറ്റർ. കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ആ ഞാൻ വീണ്ടും വന്നു. എന്നാന്നറിയാവോ വന്നേ? ദുരന്തർ മൂവി കണ്ട്. ദുരന്തർ മൂവി കണ്ടിട്ട് ഇപ്പം ഇന്നലെയൊന്നും അല്ല കണ്ട, 10 ദിവസമായി, ഒരാഴ്ച കഴിഞ്ഞു. പക്ഷെ എന്നാ മൂവിയാ എൻ്റെ പൊന്നോ! ഈ സാധനം തലേന്ന് പോണ്ടേ? ഞാൻ മൂവി റിവ്യൂ പറയാനായിട്ടുള്ള ഒരു കഴിവുമില്ല. ഒത്തിരി സിനിമ കാണും, ഇഷ്ടംപോലെ സിനിമ, എല്ലാ ലാംഗ്വേജിലും മൂവീസ് കാണും. പക്ഷേ നല്ലതും ചീത്തയും, നല്ല സിനിമയും ചീത്ത സിനിമയും, ഡയലോഗ് ഡെലിവറി, സിനിമാറ്റോഗ്രാഫി, അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാൻ അറിയാം. അല്ലാതെ സിനിമേനെ പറ്റിയിട്ട് വലുതായിട്ട് പറയാനായിട്ടൊന്നും അങ്ങനെ അറിയത്തില്ല. പക്ഷേ ഈ സിനിമ എൻ്റെ പൊന്നെ 3.5 മണിക്കൂറോ! നമ്മുടെ നാട്ടിൽ ഒരു ഹാഫ് ആകുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർവെൽ വരുമല്ലോ. ഇവിടെ ഇൻ്റർവെല്ലൊന്നും ഇല്ല. നമ്മളിങ്ങനെ ഒറ്റ അടിക്ക് ഇരുന്ന് കാണണം. ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? നാട്ടിൽ ഇൻ്റർവെല്ലുണ്ടെന്ന് എൻ്റെ വിശ്വാസം. പക്ഷെ ഇവിടെ ഇൻ്റർവെല്ലില്ല. അപ്പം എൻ്റെ പിന്നെ 3.5 മണിക്കൂറുണ്ട്. 3.5 മണിക്കൂർ നമുക്ക് അറിയാം 3.5 മണിക്കൂർ ഉണ്ടെന്ന്. പെട്ടെന്നൊന്നും അല്ല പോകുന്നത്. പക്ഷെ ആ 3.5 മണിക്കൂറിനും ഉള്ള സാധനം അതിൻ്റെ അകത്തുണ്ടെന്നുള്ളതാണ്. അതായത് ഒരു മിനിറ്റും ഒരു പോയിന്റും ഒരു സെക്കൻഡ് പോലും നമുക്ക് ഇതെന്താന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല. എല്ലാ സീനും എല്ലാ സീക്വൻസും എൻ്റെ പൊന്നെ, എന്നാ മൂവി! എനിക്കൊന്നും പറയാനില്ല. അത്ര ഇതുപോലത്തെ ഒരു സിനിമ ഒരു എപ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്? ഒരു സിനിമേനെ പറയാനില്ല, ഇങ്ങനത്തെ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്ന് പറയാനില്ല. അതുപോലത്തെ സിനിമ, കാസ്റ്റിംഗ് ആയിട്ടാണെങ്കിലും ഡയറക്ഷനായിട്ടാണെങ്കിലും ഡയലോഗ്, ആക്ഷൻ, സോങ്, എന്തോരം പാട്ടാണെന്നറിയാമോ? തുടങ്ങുമ്പോൾ മുതൽ തുടങ്ങുന്ന മ്യൂസിക്കാണ് അത്. എത്രയോ പേരാണ് ആ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, പാടിയിരിക്കുന്നത്. ഒരാൾ തന്നെ എൻ്റെ എല്ലാ പാട്ടിനെയും മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹനുമാൻ കൈൻഡും അതുപോലെ കുറേ ആൾക്കാർ, എല്ലാം വേറെ വേറെ മ്യൂസിക്, എല്ലാം സൂപ്പർ മ്യൂസിക്. നമ്മൾ സാധാരണ ഈ ഹിന്ദി സിനിമ ഒക്കെ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, അയ്യോ ദൈവമേ, ഞാൻ ഓർക്കുന്നുണ്ട്, ബ്രഹ്മാസ്ത്ര കാണാൻ ഇവിടെ ഇരുന്നുണ്ടാണ് കണ്ടത്. അത് മീൻസ് ഇവിടെ കാനഡയിലാണ് ഞാൻ ബ്രഹ്മാസ്ത്രം കണ്ടത്. അയ്യോ, എന്തിനാണ് ഈ സിനിമ ഞാൻ കണ്ടത്? എൻ്റെ സമയം വേസ്റ്റായി പോയല്ലോ. പാട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ പാട്ടിനെയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുക ഇവിടെ. നമുക്കത് അറിയാൻ പറ്റും, കട്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നു. അതുപോലത്തെ അതൊക്കെ ഒരു ഭയങ്കര അരോചകമല്ലേ? ഇതിൻ്റെ അകത്ത് പാട്ടെന്ന് പറഞ്ഞാൽ റീമിക്സുകൾ, പണ്ടത്തെ പാട്ടിൻ്റെയൊക്കെ എല്ലാ പാട്ടും, എല്ലാ സൂപ്പർ ഹിറ്റ് പാട്ടും അതിനകത്തുണ്ട്. മോനിക്ക എന്നൊക്കെ പറയാം, അതൊക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. അയ്യോ, എന്നാ പാട്ടാന്നറിയാമോ? അതെല്ലാം ഇങ്ങനെ സിങ്കായി, അതായത് സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ പാട്ട് വരുന്നതും പോകുന്നതും നമ്മൾ അറിയത്തില്ല. അതായത് അത്രയ്ക്ക് മാച്ചായിട്ട് അതിനകത്ത് പാട്ട് പോകുന്നത്. അയ്യോ, ഇടി എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നി, ഇടിയെന്ന് പറഞ്ഞാൽ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച്. ഇന്റേണൽ പൊളിറ്റിക്സ് കുറെ കാണിക്കുന്നുണ്ടല്ലോ. അത് കാണിക്കുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് ഇടി കിട്ടണോ, ഇവന്മാർക്ക് ഇതല്ല ഇതപ്പുറത്ത് കിട്ടണോ നമ്മൾ ഓർക്കും. പിന്നെ നമ്മളുടെ ഈ സ്പൈ ആണല്ലോ മൂവി, അതിപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിയാൻ പറ്റുമായിരിക്കും. സ്പൈ മൂവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. അയ്യോ, നമ്മൾ സ്ഥിരം കണ്ടിരിക്കുന്ന സ്പൈ മൂവി എന്ന് പറഞ്ഞ് അതൊന്നുമല്ല, റോ സാധനം, ഇത് കട്ട കലിപ്പ് സാധനം അതിനകത്ത് കാണിക്കുന്ന. ആ സാധനത്തിനകത്ത് എൻ്റെ പൊന്നെ, നമ്മുടെ സ്പൈകൾക്ക് കിട്ടുന്ന ടോർച്ചറിങ് ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അതിനകത്ത്. അപ്പം അത് കാണിക്കുമ്പോഴേക്കും ദൈവമേ, അവരൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടാണല്ലോ നമ്മൾ ഇന്ത്യയിൽ ഇത്രയും സുരക്ഷിതമായിട്ട് ജീവിക്കുന്നേ എന്നോർക്കും. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ഇങ്ങനെ തകർന്നു പോകും. എനിക്കും പറയാനില്ല. സൂപ്പർ മൂവി, സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇടിയാ, ഫുൾ ഇടിയാ, ഭയങ്കര ഇതാണ്. ഇടിയോ ഇടി, ഫുൾ ഇടി, ചോര, മാംസം തെറിക്കുന്നു, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ സൂപ്പർ മൂവി, എനിക്കൊന്നും പറയാനില്ല.
ഒന്നും പറയില്ല. ഞാൻ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഇത്രയും എല്ലാ കാസ്റ്റിങ്ങും ഇവർ കുറേ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഓരോ കാസ്റ്റിന് വേണ്ടിയിട്ട് അവർ നല്ലതായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാധവനൊക്കെ ഇച്ചിരി സെക്കൻഡ്സേ ഉള്ളൂ സീനിൽ. ഈ ഫസ്റ്റ് പാർട്ടിൽ. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടല്ലോ, അതിനകത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു 20 മിനിറ്റെങ്കിലും മാധവൻ ഉണ്ടായിരിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ആ മാധവൻ വരുന്ന സീനൊക്കെ നമുക്ക് മാധവനെ ഒന്നും കാണാൻ പറ്റത്തില്ല. അതിനകത്ത് ആ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പൊളിറ്റീഷ്യൻ അല്ലല്ലോ പുള്ളിക്കാരൻ നയതന്ത്രജ്ഞൻ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഡിപ്ലോമാറ്റ്, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പം ആ പുള്ളീനെ കാണും നമ്മൾ. മാധവൻ്റെ മേക്ക് ഓവറൊക്കെ ഫുള്ള് കഷണ്ടി എന്നല്ല, ഇങ്ങനെ മുടി ഇവിടുന്ന് ഫുള്ള് പോയിട്ട് വളരെ തിന്നായിട്ടുള്ള ലെയർ മുടിയൊക്കെ വെച്ച് സൂപ്പർ. അങ്ങനെ ഇത്രയും പറയുമ്പോഴത്തേക്കും രൺവീർ സിംഗ് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിനയത്തിൽ എനിക്കൊന്നും പറയാനില്ല. രൺവീർ സിംഗിൻ്റെ അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. ഒരിക്കലും നമുക്ക് ഇതെന്ത് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ തോന്നത്തേ ഇല്ല. ഒരു കാര്യം മാത്രം എനിക്ക് അങ്ങനെ നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഈ സിനിമയ്ക്ക് നെഗറ്റീവ് പറയുന്നവനെ തലക്കെട്ടടിക്കണം. പക്ഷേ എന്നാലും ചെറുതായിട്ടൊന്ന് നെഗറ്റീവ് ഒന്ന് പറയാനായിട്ടാണെങ്കിലുണ്ടല്ലോ, രൺവീർ സിംഗിൻ്റെ കോസ്റ്റ്യൂമും ഹെയർ സ്റ്റൈലും ഈ ഒരു സ്പൈ ആയിട്ടൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇത്രയും സ്റ്റൈലിഷ് ആകുമോ എന്നൊരു സംശയം വരും. അത്രയും സ്റ്റൈലാണ്. അങ്ങനെ കാണുമ്പോഴത്തേക്കും മസിലൊക്കെ ഇങ്ങനെ ഇതാക്കി, അതായത് ഈ പാകിസ്ഥാനി ആണുങ്ങളുടെ ഡ്രസ്സാണല്ലോ അത് മൊത്തം രൺവീർ സിംഗ് ഇടുന്നത്. അപ്പോൾ അവരുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലൂസായിട്ട് ഫുൾ സ്ലീവ് ആയിരിക്കും അവരുടെ മിക്കവാറും ഡ്രസ്സുകൾ. ഇങ്ങനെ അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞുകൂടാ, ആ സാധനം അങ്ങനത്തെ ഇടുന്നത്. പക്ഷെ രൺവീർ സിംഗ് മൊത്തവും ഹാഫ് സ്ലീവ്, ഇങ്ങനെ ഫുൾ സ്ലീവ് ആണെങ്കിൽ അത് ചുരുട്ടി ഇങ്ങനെ ഹാഫ് സ്ലീവ് ഇങ്ങനെ വെച്ച്, അപ്പോൾ ഇവിടുത്തെ മസിലൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹെയർ, എൻ്റെ പിന്നെ എന്നാ മുടിയാനകത്ത് രൺവീർ സിംഗിൻ്റെ മുടി കാണുമ്പോഴത്തേക്കും കൊതി വരും. അതുപോലത്തെ മുടിയാണ്. അത് മുടി ഇങ്ങനെ ഷാമ്പൂവിൻ്റെ പരസ്യത്തിൽ വന്നിരിക്കുന്ന പോലെ രൺവീർ സിംഗ് മുടിയൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഇടുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അതൊക്കെ മുടി ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറന്നു പോകും. അപ്പോൾ ഇത് ഇത്രയും മുടിക്കൊക്കെ ഇച്ചിരി റഫ്നെസ് കൊടുക്കാമായിരുന്നു, ഒരു റഫ് ലുക്ക്. മീൻസ് റിയൽ സ്പൈ ആണ്, അപ്പം ഒരു റഫായിട്ടുള്ളൊരു ലുക്ക് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. അവിടെ ഇച്ചിരി ഒരു ഹീറോയ്ക്ക് ഇച്ചിരി ഗ്ലാമർ കൊടുക്കാൻ ഒത്തിരി ഗ്ലാമറൊന്നും ഇല്ല. നമ്മുടെ ഷാറുഖ് ഖാൻ വരുന്നാലും ഇങ്ങനെ ആ സാധനമൊന്നും ഇല്ല. ചെറിയൊരു ഇത്രയും ബ്രില്യൻ മൂവി ചെയ്തപ്പോഴത്തേക്കും ആ സാധനം ഇച്ചിരി ആക്കാമെന്ന് എനിക്ക് തോന്നി. പക്ഷെ തലേന്ന് പോകുന്നില്ലെന്ന് ഈ മൂവി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തെന്ന് പറയാനായിട്ട് എനിക്ക് വയ്യ. എന്നാ സിനിമ, എൻ്റെ സൂപ്പർ. ഇങ്ങനൊരു സിനിമ അത് നമ്മൾ ഒത്തിരി സിനിമ കാണുന്നതുകൊണ്ടേ, സിനിമ കാണും, അത് വരും പോകും. എനിക്കതുപോലെ ഈ വർഷം കണ്ട സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാങ്കൻസ്റ്റൈൻ ആയിരുന്നു. ഹോളിവുഡ് മൂവി ഫ്രാങ്കൻസ്റ്റൈൻ. അത് എൻ്റെ മനസ്സിൽ കുറേ ദിവസം നിൽപ്പുണ്ടായിരുന്നു. അത് ഇമോഷണൽ ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷേ ഇത് ഇത് സിനിമാറ്റിക് മൂവിയാണ്. ആക്ഷൻ, റൊമാൻസൊക്കെ ഇച്ചിരി കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്തിനാണ് റൊമാൻസൊക്കെ എന്ന് തോന്നുവേ. കാരണം ഇത്രയും അടിപൊളി സിനിമ എടുത്തിട്ട് സിനിമയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ട് റൊമാൻസ് ഇടുന്നത്. മറ്റേ പാറ്റേൺ എന്താണ്, ബോളിവുഡിൻ്റെ പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ പെട്ടെന്നൊരു തോട്ട് നമുക്ക് വരും. പക്ഷേ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അവരെന്തിനാ റൊമാൻസ് സീക്വൻസ് കാണിക്കുന്നത് എന്ന് നമുക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാതെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ പൊളിറ്റിക്സ് ഉണ്ടല്ലോ നമ്മുടെ അതായത് ഞാനൊരു BJP അനുഭാവി അല്ല, പക്ഷേ ഇതിനകത്ത് BJPയോട് താല്പര്യമുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം അവരാണല്ലോ ഇപ്പം ഭരിക്കുന്ന പാർട്ടി. അപ്പം അവരുടെ സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിൽ പോലും ഇപ്പം അവരുടെ ഒരു ബലം ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു സാധനം കാണിക്കുന്നുണ്ട്. അത് ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ കാണിച്ചാലും നമുക്ക് ഈ ആർട്ടല്ലേ നമുക്ക് വേണ്ടത്. ഇത്രയും പ്യുവർ, ഇത്രയും പൈസ ഇട്ടിട്ട് അത്രയും ക്വാളിറ്റി നമുക്ക് തരുന്നൊരു സിനിമ
തരുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം എനിക്കറിഞ്ഞൂടെ. ഞാൻ ഒരു ടിപ്പിക്കൽ ഇന്ത്യനാണ്. സിനിമയിൽ ഇത്രയും എൻജോയ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് അത്രയ്ക്കും സിനിമ, നല്ല സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്നു. എനിക്ക് പിന്നെയും പോയി കാണാനായിട്ട് തോന്നുക. പിന്നെ അവർക്ക് എന്തിനാ വെറുതെ, അല്ല വെറുതെ അല്ല, സീറ്റില്ല, സീറ്റ് ഫുള്ള് എപ്പോഴും എപ്പം നോക്കിയാലും സീറ്റ് ഫുള്ളാണ് ഇവിടെ വെക്കാം. ആപ്പാടെ 3 തിയേറ്ററിലേ ഉള്ളൂ ഒട്ടാവയിൽ. 2 ഞാൻ പണ്ട് പറഞ്ഞ കുഴപ്പപ്പെട്ട തിയേറ്ററില്ലേ, ആ തിയേറ്ററിലും ഒരെണ്ണം സിനിപ്ലെക്സും അതും ചെറിയ സ്ക്രീൻ, വലിയ ഹൈമാക്സ് സ്ക്രീനിലല്ല വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും ഫുൾ ആൾക്കാരാണ്, ഒരു സീറ്റ് പോലും ഇല്ല. എൻ്റെ സൂപ്പർ സിനിമ കേട്ടോ, മസ്റ്റ് വാച്ച്, ലൈഫ് ടൈമിൽ മസ്റ്റ് വാച്ച് ആയിരിക്കുന്ന സിനിമയാണ്.